എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ഒന്ന് ഗസ് ചെയ്യാം. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യും മതി. ഇനി ഒരുപാട് വെയിറ്റ് കമന്റിലോ അതൊക്കെ മീൻ വന്നാലും നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് ആ കുഞ്ഞിപ്പെട്ടി. എങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ? നിങ്ങൾക്ക് ഇതിൽ എന്താണ് നല്ല വെയിറ്റ് ഉണ്ട്. എന്താണ് തോന്നുന്നത്? എന്താണ് ഈ പെട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? അയ്യോ സോറി, എന്തായിരിക്കും എന്ന് തോന്നുന്നു? നല്ല രസമാണ്, നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി ആൻഡ് ഡാട്ടി പെട്ടി. നല്ല രസമുണ്ട് കേട്ടോ, കാണാനേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു പെട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ ക്യാമറ അടുത്ത് കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോ എത്ര ഡേറ്റ്? ഇന്നിപ്പോ 17. അതായത് കന്നി 1 അല്ലേ രേണു? അപ്പോ അങ്ങനെ. അപ്പൊ ഇന്ന് 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി, കന്നി 1-ാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോ എന്താ പറയുക, ഇവരൊക്കെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അതായത് സഞ്ജുവിനും മീനുനും ഒക്കെ മറ്റേ ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അമ്മ പോലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവർ അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സാരിയും തൈര് സാധവും ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ തൈര് സാധം ഉണ്ടാക്കിയില്ല, സമയമായതുകൊണ്ട് അപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി പൂജിച്ചിട്ടൊക്കെ വന്നു. അല്ലേ രേണു? ഇന്ന് മിണ്ടാണ്ടിരിക്കുന്നത് മിണ്ടാണ്ടിരിക്കുന്നത് വന്ന് ആരൊന്നും വിചാരിക്കണ്ട, അവളെ ഇടയ്ക്ക് അങ്ങനെയാണ്. എന്താ പറയുന്നത് ഞാൻ ആലോചിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഞാൻ പോയില്ല കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് മീൻകുട്ടി ഡ്രസ്സ്? ഇത് വലിയ ഡ്രസ്സായിട്ട് ഞാൻ എടുത്താണ്. ഇപ്പൊ കുറച്ചുകൂടി തടിക്കാനുണ്ട്. കുറച്ചുകൂടി തടിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ക്യൂട്ടൻ ചുട്ടിട്ട് വയ്യ. നമ്മൾ ഹാളിൽ AC വെച്ചിട്ടില്ലല്ലോ, പരിഹാസം കൂടുതൽ. അതുകൊണ്ട് തന്നെ മണിക്കൂർ വെയിലിൽ പോയി ഭയങ്കര ചൂടാണ്. പിന്നെ എനിക്ക് ചൂടില്ലാത്തതുകൊണ്ട് ഞാൻ വേർക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഫാനിന്റെ ചോട്ടിലിരുന്ന ആൾക്ക് ചൂടിന്റെ വില എന്താണെന്ന് അറിയാം. അപ്പൊ എന്താണ് അമ്പലത്തിലെ വിശേഷങ്ങൾ പറയണേ? കുറച്ച് അവള് പറയും, ഞാൻ എപ്പോഴും കുറച്ച് അവള്. അമ്പലത്തിൽ ഇന്ന് 1-ാം തീയതി അല്ലേ? ഇന്ന് വന്നിട്ട് ഇവിടെ ഈ അമ്പലത്തെ കൃഷ്ണന്റെ അമ്പലങ്ങളിലുണ്ട് ജാസ്മിറ്റ നെന്മാർക്കോല് പറഞ്ഞ അവിടെ ഞങ്ങൾ പറയാം. അമ്മന്റെ അമ്പലത്തിലായിരുന്നു, ദേവി ക്ഷേത്രത്തിലായിരുന്നു. പിന്നെ വന്നിട്ട് അടുത്തൊരു മുരുകന്റെ അമ്പലമാണ്, ഞാൻ അവിടെ പോയി. തൊട്ടടുത്ത് ശിവൻ കോവിലാണ്. പിന്നെ അത്ര. എന്നിട്ട് വേറെന്താ വിശേഷം? നല്ല വിശേഷം, സന്തോഷമായിട്ടുള്ള ദിവസം. പിന്നെ വേറെന്താണ്? ഇന്ന് ഇവര് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന സമയത്ത് നമ്മൾ സാരി എടുക്കാൻ വേണ്ടി പോകുമല്ലോ. അതായത് ദൈവത്തിന് ചാർത്താനായിട്ട് സാരി ഉണ്ട് രേണുമ. അതായത് ദേവിക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, ദേവിക്ക് അതായത് ഇവിടെ പറയുന്ന അമ്മൻ എന്നാണ് പറയാ കേട്ടോ. അപ്പോൾ അമ്മന് മാരിയമ്മന് വേണ്ടി ചാർത്താനായിട്ട് സാരി ഉണ്ടാവും, എല്ലാ കടകളിലും ഉണ്ടാവും. അപ്പോൾ സാരി എടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പോകുന്നത് ഗോൾഡൻ ടെക്സ് തന്നെയാണ്. അപ്പോൾ ഗോൾഡൻ ടെക്സിലാണ് ചില സമയങ്ങളിൽ കേട്ടോ, നമ്മൾ എപ്പോഴും അധികം ഇവിടെ എടുക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യങ്ങളുടെ കാര്യങ്ങൾക്ക് നമ്മൾ അവിടെ പോകാറുള്ളൂ. ഒരുപാട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കടയാണ്. അപ്പൊ ഇപ്പൊ അതിന്റെ തന്നെ 3-4 ബ്രാഞ്ച് നമ്മുടെ ചെന്നൈയിലൊക്കെ. അതിന്റെ പുതിയൊരു വുമൻസിന് മാത്രം, ലേഡീസിന് മാത്രമായിട്ടുള്ള ഓപ്പൺ ചെയ്തു. അവിടെ ഞങ്ങൾ പോയിട്ടാ, പഴയ അവിടെ ഞങ്ങൾ പോയില്ല. അപ്പൊ അവിടെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ പോയി ഇവിടെ എൻ്റെ അടുത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് പിന്നെ ഞാൻ കണ്ടു വരട്ടാ. അപ്പൊ ഇവരവിടെ പോയിരിക്കുന്നു കടയിൽ. ഞാൻ തുടങ്ങിയിട്ട് പറയാം, മൊത്തത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഇവര് അവിടെ പോയി സാരി സെലക്ട് ചെയ്തു അല്ലേ? ദൈവത്തിന് അമ്മനെ സാരി സെലക്ട് ചെയ്തു. സാരിയൊക്കെ സെലക്ട് ചെയ്ത സമയത്ത് പിന്നെ മീനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനു പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളൊന്നിങ്ങനെ ഒരു നോട്ടം ഇടും. കാരണം എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ നോക്കും പൊതുവെ. അതിപ്പോ നമ്മളും കുട്ടി വാശി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതെ, ഇപ്പൊ അതങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുന്നു, സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇവര് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവര് ബില്ല് ചെയ്താ നിങ്ങളല്ലേ പോയത്, തന്നെ ബില്ല് ചെയ്തോണ്ടിരിക്കുന്നു. നീയല്ലേ പോയത്, നിങ്ങൾക്കല്ലേ അറിയാം, പറയാം മീനുവിനെ അറിയാലോ, പറയും. അപ്പൊ ബില്ല് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മീനും ഇങ്ങനെ, അതായത് ബില്ലിങ്ങിന്റെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, അതായത് അതായത് ബില്ലിങ്ങിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. നോക്കിയിട്ടുണ്ടായിരുന്നു ഞാന്. അപ്പോ വന്ന് അവിടെ ഒരു അങ്കിൾ അവർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുടിക്കുന്നുണ്ട്. ചായ കുടിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. ഞാൻ പറയാം, ചായ കുടിച്ചോണ്ട് അവിടെ ഒരു അങ്കിള് നിൽക്കണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു അങ്കിൾ ഇങ്ങനെ ചായ കുടിച്ചോണ്ട് നിൽക്കണ്ടായിരുന്നു. ആ ചേട്ടനോട് ചായ കുടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് പറയും. അപ്പൊ എന്നെ
നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ ശരി ഓക്കെ എന്ന് അമ്മ അടുത്ത് പോയി. അപ്പൊ വന്ന് അവര് ബിൽ കൗണ്ടറിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് വന്നു. അത് ഒരു സാധനം എടുത്തിട്ട് വന്നു. അവര് ബോക്സ് അത് വന്ന് എന്റെ കയ്യിൽ തന്നു. വിളിച്ചു, അങ്ങനെ വിളിച്ചിട്ട് കൊടുത്തു. പിന്നെ വിളിക്കാൻ കൊടുക്കാൻ വേണ്ടി വിളിക്കില്ല. ഞാൻ അപ്പുറം നിൽക്കുമ്പോൾ വിളിക്കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പോകുന്ന നോക്കി. അപ്പോഴത്തെ അവിടെ പോയപ്പോ എന്തായി വെച്ചിട്ട് ഈ പെട്ടി തന്നിട്ട് ഇതൊന്നോ തുറക്കുക അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? തുറക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പോയി അവിടെ തുറക്കണ്ടായിരുന്നു. ഞങ്ങളിവിടെ സാധനം വാങ്ങിക്കായിരുന്നു. എനിക്ക് ഷോക്കായി. അവര് എടുത്തിട്ടൊന്ന് തുറക്ക. അപ്പൊ പിന്നെ ചോദിക്കണ്ട്, ഞാൻ തുറക്കണോ ചോദിക്കണ്ട്. ആ നീ തുറക്ക്. അപ്പൊ ഒന്ന് തുറക്കുമ്പോ അവിടെ വെച്ച് തുറക്കുവോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് തുറന്നപ്പോൾ സർപ്രൈസ്. എന്താണ് അതില് ഉണ്ടത്? പക്ഷെ ഇവർക്ക് അറിയില്ല എന്താ സംഭവം. ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നിന്ന് ആ ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഇവര് നിൽക്കണ്ടായിരുന്നു. ഇവര് നിൽക്കുന്നിടത്തുനിന്ന് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇവിടെ അവിടുന്ന് തനിയെ വിളിച്ച ശേഷം ഇവിടുത്തെ ആ പെട്ടി കൊണ്ട് കൊടുത്തിട്ട് ഇവര് പറഞ്ഞു അതൊന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആ ഓപ്പൺ ചെയ്ത് പറഞ്ഞത്. അങ്ങനെ അവിടെ ബോക്സ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് നോക്കിയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി. അതിലെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ സർപ്രൈസ് ആയിട്ടില്ല. ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ അതിലെന്താ പറയുക, ഓപ്പൺ ചെയ്തപ്പോ നിനക്ക് എങ്ങനെയായിരുന്നു നിന്റെ സിറ്റുവേഷൻസ്? എനിക്ക് ഇത് നമ്മളുടെ എനിക്കാണ് അങ്ങനെ ചോദിച്ചപ്പോൾ നിനക്കാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെയല്ലേ അവര് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരെന്താ പറഞ്ഞു? ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഉള്ളത് പറഞ്ഞു നീ എടുത്തോ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിൽക്കണ ബില്ലിന്റെ അടുത്താണ്. ഞാൻ വാങ്ങിയിട്ടില്ല സാധനം. അവര് അപ്പൊ അവിടെ ബില്ലടിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിൽക്കണ അതിനുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഞാൻ അടുത്ത് പിന്നെ പോകുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ സാധനം ആ പെട്ടി കയ്യിൽ വാങ്ങിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പൊ വന്നിട്ട് ഇവിടുത്തെ പറഞ്ഞിരിക്കണം ഞാൻ നിനക്കാണെന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, പിന്നെ വാങ്ങിച്ചു വെച്ചു തോന്നില്ല. വാങ്ങിച്ചു വെച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. അപ്പൊ താങ്ക്സ് എനിക്കല്ല പറയേണ്ടത്, ദൈവത്തിന് നന്ദി പറയേ. എനിക്ക് നിന്നെ കണ്ടപ്പോ ഇത് കൊടുക്കാൻ തോന്നിച്ചത് ദൈവമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് തവള് പിന്നെ ശിവന് നന്ദി പറയേ പറയുന്നു. അതായത് ശിവപെരുമാൾ. അപ്പൊ ശിവൻ ഭഗവാൻ ശിവനാണ് തന്നത്, ഞാനല്ല തോന്നിച്ചതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, ഇവിടെ നിന്നിട്ട് അത് വാങ്ങിച്ചിട്ടാണ് ഇവര് അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നത്. വണ്ടിയിൽ വെച്ചിട്ട് ഇവർ അങ്ങനെ അമ്പലത്തിൽ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പൂജയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തിന് സമയം 1:30 ആവാറായി. എന്നിട്ട് വന്നിട്ട് ഇവിടെ ഫസ്റ്റ് വന്നിട്ട് എപ്പോഴത്തേക്കും പോലെ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ദോശ കഴിച്ചു. എന്നിട്ട് ദോശ കഴിച്ചു ഞാൻ കഴിച്ചു വന്നു. അങ്ങനെ ശരി പറഞ്ഞു. ഇവിടെ രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മുടെ ഫസ്റ്റ് ഇരുന്ന വീട്ടിന്റെ അടുത്താണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ കഴിച്ചു കഴിച്ചില്ല പറഞ്ഞു. ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ അമ്പലത്തിന് കൊണ്ട് നടക്കുക, സാധനത്തിന്റെ അവിടെയൊക്കെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടൊക്കെ വെക്കാനൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ന് ഒരു സംഭവം എന്താണ് ഒരു സർപ്രൈസ് നല്ലോട് പറഞ്ഞത്. അതിശയം ഇല്ലല്ല എന്താ എനിക്ക് നമുക്ക് അറിയില്ലല്ലോ പെട്ടെന്ന്. അത് നമുക്ക് ആ കട ഓണർ ഇന്നൊരു അതിശയം അങ്ങനെ പറഞ്ഞത്. ഇന്ന് അതെ നിനക്കറിയോ ഇന്നൊരു അതിശയം നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ കേട്ടു. ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ മൈൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ആ ശരി, പക്ഷെ നീ അതിശയം എന്താന്ന് ചോദിച്ചാലേ ഞാൻ പറയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ചില്ല. അതിനുശേഷം ഞാൻ ചോദിച്ചു എന്താ അതിശയം പറയാം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും കാണുക അങ്ങനെ എന്തെങ്കിലും മേ ബി അങ്ങനെ ആയിരിക്കുന്ന. കാരണം അങ്ങനെ ആയിരിക്കും എപ്പോഴും നമ്മളടുത്ത് പറയാറുള്ളത്. ഞാൻ വിചാരിച്ചു ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും വഴിയിൽ വെച്ചിട്ട്, നമുക്ക് അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ പറഞ്ഞു നീ ചോദിക്കില്ലല്ലോ പറഞ്ഞു. ഞാൻ എന്താ പറയാ പറഞ്ഞു. അപ്പോൾ ഇന്നൊരു അതിശയം നടന്നു. എന്താണെന്നറിയോ, വെയിറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പൊ മീൻ നടന്നു വരുന്നേ ഉള്ളൂ അങ്ങോട്ട്. അപ്പൊ മീനും ഇങ്ങനെ കയറി വന്നിട്ട് ഇതിനെങ്ങനെ തലയിലും വെച്ചിട്ട് എന്നിങ്ങനെ അപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞു അവരുടെ കടയുടെ കവറായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് അതിശയം എന്ന് അവള് തലയ്ക്ക് കഴിച്ചിട്ടുള്ളൂ പറഞ്ഞു. ഞാൻ അതിശയം ഗോൾഡ് എക്സൽ. ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. ചിലപ്പോൾ വല്ല ഡ്രസ്സ് എടുക്കുക എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ വലിയ മൈൻഡ് ചെയ്യാതെ തന്നു. ശരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു, ആ ബോക്സ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തു. അതായത് കവറുന്ന ബോക്സിനെ എടുത്ത് ഓപ്പൺ ചെയ്തു. ഒരു പെട്ടിയാണ്, കുഞ്ഞു പെട്ടി. ആ പെട്ടീനെടുത്ത് ബോക്സ് എനിക്ക് കട്ടിലിന്റെ മേലെ, നമ്മുടെ റൂമിൽ കട്ടിലിന്റെ മേലെ വെച്ച് വന്നിട്ടാ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് ഇവിടെ ഈ സ്റ്റോറി പറയുന്നത്. അപ്പൊ പിന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. അതെന്താ കാണിക്കണേ. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ
എനിക്കും തോന്നി അതായത് എന്താടാ ഇത്, അതായത് നമ്മൾ ഒരു 5 പൈസയുടെ ചോക്ലേറ്റ്, ഓക്കെ, വേറെ ഒന്നും ഞാൻ വലിയ ഇതിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരു 5 പൈസയുടെ ചോക്ലേറ്റ് കൊടുക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് പലരും ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. കൊടുക്കുന്നവരില്ലെന്നല്ല പറഞ്ഞ്, കൊടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഒന്ന് കൊടുക്കാൻ ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് ഇവൾക്ക് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനിത് അറിഞ്ഞുകൊണ്ട് എനിക്ക് വലിയൊരു ഇതില്ല, പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴും വലിയൊരു അത്ഭുതമായി തോന്നിയത്. അത് 1-ാം തീയതിയായിട്ട് ഇങ്ങനെ ഒരു സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇവിടെ എന്താണെന്നല്ല, മീനു സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കുട്ടി തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ ഞാൻ ചിലപ്പോൾ ആ സ്റ്റോറി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുണ്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ദൈവം ഇവിടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പല സമയങ്ങളിലും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ രേണു? പല സമയങ്ങളിലും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് മീനുവിനെ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരുപാട് കടാക്ഷവും ഒരുപാട് എന്താ പറയുക ആശീർവാദവും എല്ലാം ബ്ലെസ്സിങ് ഒരുപാടുള്ള, സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുട്ടിയാണെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇത് നമുക്ക് തോന്നിയിട്ടുണ്ട്, ബ്ലെസ്സിങ് ഉള്ള കുട്ടിയാണ് കേട്ടോ. പിന്നെ അതുമല്ല, ഇവിടെ എവിടെ പോകുമ്പോൾ ആര് കണ്ടാലും ശരി നമ്മൾ എപ്പോഴും തോന്നുന്ന കാര്യമാണ്, അതിശയിച്ചിട്ട് നമ്മളോട് ആരോടൊന്നും ചിരിച്ചിട്ടില്ലെങ്കിലും ഇവളോട് നോക്കി ചിരിക്കാതെയോ സംസാരിക്കാതെയോ ആരും ഉണ്ടാവില്ല. അങ്ങനെ പലപ്പോഴും ഞാനിതിപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് നിങ്ങളുടെ പുകഴ്ത്തി പറയില്ല, ചില സിറ്റുവേഷൻസുകൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്കെന്നെ തോന്നി സത്യം അല്ലേ, എന്തിനാണ് അതായത് ജസ്റ്റ് ഒരു 50 രൂപ പേന അത് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മനസ്സുള്ളവർ ഒരുപാടൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ, അപൂർവം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ, എനിക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ തോന്നിയപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവമായിട്ട് ഇറങ്ങി വന്ന് അവരെ കൊണ്ട് കൊടുപ്പിച്ചതാണെന്ന് തന്നെ നമുക്കും തോന്നിയത്. അല്ലെങ്കിൽ എന്തിനാണ് എത്രയോ പേരെ കടയ്ക്ക് വരുന്നുള്ളടി, എത്രയോ കുഞ്ഞുങ്ങൾ വരുന്നു അല്ലേ, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തോ അങ്ങനെ, അതായത് അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഒന്ന് കാണണ്ടേ, ഞാൻ 1 മിനിറ്റ്, ഞാൻ എത്ര നേരം കിട്ടിയ വീഡിയോ ഒന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം, 1 മിനിറ്റ് വെയിറ്റ്. കാരണം നമ്മൾ ക്യാമറ അപ്പുറത്തെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ട് മീൻ വന്ന സിറ്റുവേഷൻ ഞാൻ കാണിച്ചു. എങ്ങനെ കാണിക്ക്, ഇങ്ങനെയാണ് മീൻ എൻ്റെ അടുത്തേക്ക് വന്നത്. സന്തോഷം, അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ നമ്മുടെ ഇതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും സംഭവം എന്ന്? എന്താണ് 10 സെക്കൻഡ് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ഒന്ന് ഗസ് ചെയ്യാം. നമ്മളിപ്പോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യും മതി. ഇനി ഒരുപാട് വെയിറ്റ് കമന്റിലോ അതൊക്കെ മീൻ വന്നാലും നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് ആ കുഞ്ഞിപ്പെട്ടി. എങ്ങനെയുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ്? നല്ല വെയിറ്റ് ഉണ്ട്. എന്താണ് തോന്നുന്നത്? എന്താണ് ഈ പെട്ടി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? അയ്യോ സോറി, എന്തായിരിക്കുമെന്ന് തോന്നുന്നു? നല്ല രസം, നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി ആൻഡ് ഡാട്ടി പെട്ടി. നല്ല രസം കേട്ടോ, കാണാനേ നല്ല രസം കേട്ടോ. നല്ല ഒരു പെട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ ക്യാമറ അടുത്ത് കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കൂ ഇതിൽ എന്തായിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ, സത്യം കേട്ടോ, ദൈവം ഉണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോഴേ കാണുള്ളൂ അവർക്ക്. ആ അങ്ങനെ ഇതായിരുന്നു ആ പെട്ടി. ഇതാ പൊട്ടിക്കണ്ട, ഇതാണ് ആ പെട്ടി. ഇത് ഫുള്ള് പെൻസിൽസ്, കളർ പെൻസിൽ, ഇത് ഓയിൽ പേസ്റ്റ്, ഇത് സ്കെച്ച്, ഇത് കളർ പാലറ്റ്, കളർ ഒഴിക്കാനിത്, അത് കഴിഞ്ഞിട്ട് ബ്രഷസ് എല്ലാം ഉണ്ട് കേട്ടോ. അതാ ഇത് മറ്റേ ഇതെന്താണ്? ഇത് ഓയിൽ പെൻസിലാണ്. ഓയിൽ പേസ്റ്റ്. ഓക്കെ, ഇതാണ് അപ്പം ആ പെട്ടി. എങ്ങനെയുണ്ട്? നല്ലൊരു ആ ഞാൻ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ബോക്സ് ആണെന്ന് വിചാരിച്ചത് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് ഞാൻ ഇതാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഐഷെയ്ഡ് ആണെന്ന്. അല്ല, ഈ സംഭവം കഴിഞ്ഞ് നമുക്കിതിൽ മേക്കപ്പ് ഐറ്റംസ് വാങ്ങിച്ചു വെക്കാൻ പറ്റും ഇതേപോലെ. പക്ഷെ ഇപ്പോഴൊന്നും കാലിയാവില്ല. മീനിൻ്റെ അടുത്ത് ഞാൻ ഭദ്രമായിട്ട് വെക്കാം. കാരണം ദൈവമായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണിത്. സത്യം എനിക്കത് നമുക്കിത് വലിയൊരു ഇതായിട്ട് തോന്നിയിരിക്കുന്നു കേട്ടോ.
ഇതാണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ, ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് മീനുവിന്. ഇതിൻ്റെ ബ്രഷ്, ഷാർപ്നർ എല്ലാം ഉണ്ട്. നല്ല വിലയാണ്. എന്നിട്ട് എനിക്ക് ഞാൻ പറയാം, അത് എന്നിട്ട് പറയാം. അപ്പോൾ ഇതായിരുന്നു ആ ബോക്സ് കേട്ടോ. എങ്ങനെയുണ്ട് മീനു? ഓക്കെ ഓക്കെ. അപ്പോൾ അതായിരുന്നു ആ പെട്ടി. എങ്ങനെയുണ്ട്? നല്ല ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നല്ല രസം കേട്ടോ. പെട്ടി കട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു പെട്ടി ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ ആരായിരുന്നു ആർട്ടിസ്റ്റ്, മേക്കപ്പ് ബോക്സ് ഇതേപോലെ പിടിച്ചിട്ട് പോകുന്നത്. ഇതേപോലെ അല്ല, ഇതിന് മേക്കപ്പ് ഐറ്റംസും വയ്ക്കാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു ആ പെട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് മലയാള മാസം കന്നി 1-ാം തീയതി ആയിട്ട് മീനിന് ദൈവം കൊണ്ടുവന്ന് കൊടുക്കാണ് നമ്മളുടെ ഒരു വിശ്വാസവും, അല്ലെങ്കിൽ നമ്മൾ അത് തന്നെ വിശ്വസിക്കുന്നു. അല്ലാതെ നമുക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ അല്ലേ, ഒരു മിറാക്കൽ അതാണ് നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു, എല്ലാം ചെയ്തു. ഇതിപ്പോ ചിലർ വിചാരിക്കും ഇതിലിപ്പോ നമുക്ക് നല്ലത് പറയാൻ ആൾക്കാരുണ്ടാവും, തെറ്റ് പറയാൻ ആൾക്കാരുണ്ടാവും, അത് നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. അയ്യോ ഇതാണോ ഇത്രയും വലിയ ഇതെന്ന്. നമുക്ക് അങ്ങനെയല്ല. ഒരു പെൻസിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആലോചിക്കുന്നത് ഒരുപാട് വലിയ കാര്യമായിട്ടാണ്. കാരണം നമുക്കതിൻ്റെ കഷ്ടവും വില അറിയാലോ. നമ്മളുടെ വീട്ടില് നമ്മൾ കുഞ്ഞി ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളൊരു സ്കെച്ച് ഇല്ലാതെ, ഇന്നലെ നമ്മളോട് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനു സ്കെച്ച് ഉണ്ടല്ലോ, ആ സ്കെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ, കളയരുത് മീനു. ഒരു പൊട്ട് പെൻസിലാണെങ്കിൽ അത് ഫുള്ള് കാലിയാക്കിയ ശേഷം അടുത്ത പെൻസിൽ നമ്മൾ ഉപയോഗിക്കാം. ഇല്ല ഇച്ചിരി ഉള്ളു പറഞ്ഞാൽ നമുക്ക് കളയരുത്. കാരണം അതിൻ്റെ വില ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊക്കെ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ഒരു സ്കെച്ച് കിട്ടാൻ ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് അല്ലേ. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഒരുപാട് കരഞ്ഞിട്ടാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിലയൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു നമുക്ക് വലിയൊരു എന്താ പറയാ, വലിയൊരു ഇത് നിധി കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇതിൽ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തന്നൊരു കാര്യം തന്നെയാണ്. അറിയില്ല എന്താണ് ആ സാറിന് അങ്ങനെ കൊടുക്കാൻ തോന്നുകയും എത്രയോ കുട്ടികൾ വരുന്നു. പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ അങ്ങനെ കൊടുക്കാൻ തോന്നുകയും ദൈവം തന്നെ തോന്നിച്ചാണ് അവർ പറഞ്ഞ പോലെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് നമ്മുടെ ഒരു സന്തോഷം നിങ്ങളിലൂടെയും നമുക്കത് ഭയങ്കര സന്തോഷമായി തോന്നിട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് എത്തിച്ചത്. ഇനി നിങ്ങളുടെ എങ്ങനെയാണ് പറയാ. ഞാൻ അപ്പൊ അമ്മടുത്ത് വള ചോദിച്ചു, എനിക്ക് വള വാങ്ങിച്ചു തരുമോ അങ്ങനെ. അതെല്ലാം വേണ്ട, വീട്ടിലുണ്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോൾ വാങ്ങിച്ചു തന്നില്ല. അതിന് എതിരായിട്ട് അങ്ങനെ ചോദിച്ചത് ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചത് ഒരു 50 രൂപ 100 രൂപ വാഴ എനിക്ക് കണ്ട ഒരു 1500 അവിടെ തന്നെ സഞ്ജു ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇവര് അവിടെ തന്നെ സെർച്ച് ചെയ്ത് നോക്കി, അതായത് ഇതിന്റെ പൈസ എത്രയാണ് അതിന്റെ വില വരുന്നത് 1500 രൂപ ഉണ്ട് അല്ലേ. അപ്പൊ 1500 രൂപ ഉള്ള ഒരു ഇത് അവർക്ക് കൊടുക്കാൻ തോന്നിക്കണ്ടേ. അതായത് ഒരാൾക്ക് ഫ്രീ ആയിട്ട്. അതെ, ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ ഇല്ല. വേറെ എന്തെങ്കിലും ഇവിടെ ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്, അത് ഓക്കെ. ഇത് വന്നിട്ട് ആകപ്പാടെ എടുത്തത് ആ സാരിയുടെ 1000 രൂപ സാരി ഗിഫ്റ്റായിട്ട് കൊടുത്തു. നമുക്ക് ഒരിക്കലും അതിനായിട്ട് അങ്ങനെയൊന്നും കൊടുക്കത്തുമില്ല. പക്ഷെ എന്തോ ഒരു മിറാക്കിൾ പോലെ ആ ഒരു സെക്കൻഡിൽ നടന്നതാണ്. അതെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താ ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവര് പറഞ്ഞ പോലെ തന്നെ സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ് അത് തോന്നിപ്പിച്ചതെന്ന് അവരും പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കും വിശ്വസിക്കുന്നില്ല രേണു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇന്ന് എന്താ പറയാ കന്നിമാസം 1-ാം തീയതി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നു. നമ്മുടെ അല്ല, മീനുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാ, ഇന്നെ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്, ദൈവത്തിന്റെ കുഞ്ഞാണ് ദൈവം, അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റോറി പറയാനുണ്ട്. അപ്പൊ അതൊന്ന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ നോക്കട്ടെ, അതുകൂടെ പറയുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇതിന്റെ അഭിപ്രായം എന്താന്ന് നിങ്ങൾ പറയുക. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വേറെ വിശേഷങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. വേറെ എന്താണ് എന്നത്തെയും പോലെ വേണോ, വേറെ എന്താ പറ്റി ഇവിടെ കണ്ടിട്ട് കുറെ ആയിന്ന് ഒരുപാട് പേര് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പറയും വിശേഷങ്ങൾ. വേറെ എന്താണല്ലോ ഇവിടെ പോലെ. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഇതെനിക്ക് ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ ഞാൻ നിങ്ങളോട് എത്തിച്ചത് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സിറ്റുവേഷൻസുകൾ, സാഹചര്യങ്ങൾ ഒന്നും അത്രയ്ക്കങ്ങ് ഇതായിട്ട് വരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ മാക്സിമം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കാതെ നിൽക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
അപ്പൊ അതൊക്കെ നമുക്ക് തോന്നുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ മാത്രം ജീവിക്കണം അല്ലെങ്കിൽ നമുക്ക് മാത്രം ഇങ്ങനെ വാരി കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാഗ്രഹം നമുക്കില്ല കേട്ടോ. അതെന്തോ നമ്മൾ വന്ന വഴി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നില്ല രേണുമ. അതുകൊണ്ട് അങ്ങനെ അപ്പൊ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരു ഇത് നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര ചൂട്. ഇപ്പൊ സമയം 3 മണി, കരണ്ടും പോയി. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതേക്കുറിച്ച് പറയാമെന്ന് കരുതി ഇപ്പൊ തന്നെ. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ എടുത്തതും. ഓക്കെ, അപ്പോൾ 2-ാം തീയതിയാണ് നിങ്ങൾ മുന്നോട്ട് വരിക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ഉമ്മ സെലിബ്രിറ്റീസ്.